Hello learners, welcome to I+ Training Solutions. നമ്മൾ 2025 ജൂണിൽ ചോദിച്ച ഫിലോസഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസിംഗ് ദാറ്റ് മേക്ക് അപ്പ് സാധന ചതുഷ്ടയ. ഇഹ മുദ്രാർത്ഥ ഭോഗ വിരാഗ മുമുക്ഷുത്വം സമാധമാദി സാധന സമ്പത്ത് നിത്യ വാസ്തു വിവേക. Choose the correct answer from the options given below. അപ്പം ഇത് സാധന ചതുഷ്ടയനെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സാധന ചതുഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലിബറേഷൻ കിട്ടാനായിട്ട് ആവശ്യമുള്ള 4 സ്റ്റെപ്സിനെയാണ് ഈ സാധന ചതുഷ്ടയ എന്ന് പറയുന്നത്. ഇപ്പം ഇതിലെ ഫസ്റ്റ് പറയുന്നത് ഇഹ മുദ്രാർത്ഥ ഭോഗ വിഗ്രഹ. ഇത് വിരാഗ. ഇതെന്ന് പറയുന്നത് വിരാഗ അല്ലെങ്കിൽ വൈരാഗ്യ എന്ന് പറയുന്ന ഒരു സാധന ചതുഷ്ടയിലെ ഒരു സ്റ്റെപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് അതേ പേരുള്ള ഒരു സ്റ്റെപ്പാണ്. സമാധമാദി സാധന സമ്പത്ത് എന്ന് പറയുന്നത് ഷഡ് സമ്പത്ത് അല്ലെങ്കിൽ സാധന സമ്പത്ത് എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പാണ്. നിത്യ വാസ്തു വിവേക. ഇതിൽ വിവേക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് സാധന ചതുഷ്ട എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വൈരാഗ, മുമുക്ഷുത്വ, ഷഡ് സമ്പത്ത്, വിവേക എന്നീ പറഞ്ഞ പേരുകൾ ഓൾറെഡി ക്ലിയർ ആയിരിക്കും. ഇത് 4 ഓരോ ഓർഡറിലാണുള്ളത്. ഇതിന്റെ ഫസ്റ്റ് വരുന്നതാണ് വിവേക. നിത്യ വാസ്തു വിവേക. ഓപ്ഷൻ ഡി അതാണ് ആദ്യമേ വരിക. ഓപ്ഷൻ ഡി വരുന്ന ഓൾറെഡി 2 ഉണ്ട്. അപ്പൊ സെക്കൻഡ് വരുന്നത് വിരാഗ അല്ലെങ്കിൽ വൈരാഗ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. ഇഹ മുദ്രാർത്ഥ ഭോഗ വൈരാഗ. ഇപ്പം വിവേക എന്ന് പറഞ്ഞാല് നിത്യ അനിത്യ വാസ്തു വിവേക എന്ന് പറഞ്ഞാല് നിത്യവും അനിത്യവും എറ്റേണൽ ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ്. എന്ത് റിയൽ ആണ്, എന്ത് റിയൽ അല്ല തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയുന്നതിനെയാണ് നമ്മൾ വിവേക എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇഹ മുദ്രാർത്ഥ ഭോഗ വിരാഗം എന്ന് വെച്ചാല് നമുക്ക് യാതൊന്നിനോടും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം വരാത്ത അവസ്ഥ, ഒരു നോൺ അറ്റാച്ച്മെന്റ് ഫീലിംഗിനെയാണ് നമ്മൾ വൈരാഗ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഷഡ് സമ്പത്ത്. സമാധമാദി സാധന സമ്പത്ത്. നമ്മൾ ഷഡ് സമ്പത്ത് എന്ന് പറഞ്ഞ 6 സ്റ്റെപ്പ് അല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ലാസ്റ്റ് ആണ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്ന് വെച്ചാൽ നമുക്ക് മോക്ഷം കിട്ടാനുള്ള ആ ഒരു ഡിസയറിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4 ആണ് നമ്മുടെ സ്റ്റെപ്സ്. ഇപ്പം ഡി, എ, സി, ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ആദ്യമേ വിവേക വരും, അത് കഴിഞ്ഞ് വൈരാഗ വരും, അത് കഴിഞ്ഞിട്ട് ഷഡ് സമ്പത്ത് വരും, മുമുക്ഷുത്വം വരും. എന്തൊക്കെയാണ് ഷഡ് സമ്പത്തിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ അതും കൂടി നോക്കിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ പ്രയോജന ഓഫ് ഓൾ ആക്ട് അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ ഈസ്. ന്യായ സ്കൂൾ പറയുന്ന അനുസരിച്ച് ആക്ഷൻസിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ലിറ്ററൽ മീനിങ് തന്നെയാണ്, ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ യൂസ്, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ന്യായ സ്കൂൾ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ പ്രവൃത്തി ആൻഡ് നിവൃത്തി. സെക്കൻഡ് ഓപ്ഷൻ ഈസ് സുഖപ്രാപ്തി ആൻഡ് ദുഃഖ പരിഹാരം. തേർഡ് ഓപ്ഷൻ ഈസ് ആവരണ ആൻഡ് വിക്ഷേപ. ഫോർത്ത് ഓപ്ഷൻ ആണ് രാഗ ആൻഡ് ദ്വേഷ. ഈ ക്വസ്റ്റ്യൻ കൂടുതൽ നമ്മൾ ഡീറ്റെയിലേക്ക് പോവാണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ 1 പ്രവൃത്തി ആൻഡ് നിവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആക്ഷൻ, നിവൃത്തി എന്ന് വെച്ചാൽ ആക്ഷൻ ചെയ്യാതിരിക്കുക. സോ പ്രവൃത്തി ആൻഡ് നിവൃത്തി ഒരിക്കലും എന്തല്ല, ഒരു ആക്ഷനിന്റെ റിസൾട്ടിനെ പറ്റിയിട്ടല്ല അല്ലെങ്കിൽ അതിന്റെ പ്രയോജനത്തിനെ പറ്റിയല്ല പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സുഖപ്രാപ്തി ആൻഡ് ദുഃഖ പരിഹാര. സുഖം പ്രാപിക്കുക, അതായത് നമുക്ക് സുഖം കിട്ടുക, ദുഃഖം പരിഹരിക്കുക, ഇല്ലാണ്ടാക്കുക. ഓപ്ഷൻ 2 സുഖപ്രാപ്തിയും ദുഃഖ പരിഹാരമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്താലും അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ദുഃഖം പോലെയുള്ള തെറ്റായിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇമോഷൻസ് മാറ്റാനും വേണ്ടിയിട്ടാണ്. സോ സുഖപ്രാപ്തിയും ദുഃഖ പരിഹാരമാണ് കറക്റ്റ് ആൻസർ. ആവരണ ആൻഡ് വിക്ഷേപ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി അവിദ്യയുടെ 2 പവർ ആണ്. ആവരണ ആൻഡ് വിക്ഷേപം ഇത് നമ്മുടെ അദ്വൈത സ്കൂളിൽ പഠിക്കുന്നതാണ്. ആവരണ എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു തെറ്റായിട്ടുള്ള കാര്യം ഒരു ശരിയായിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക, അറിയാതിരിക്കുക, ഹൈഡ് ചെയ്തിരിക്കുക. ഓക്കെ, അതിനെയാണ് ആവരണ എന്ന് പറയുന്നത്. വിക്ഷേപ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതല്ലാത്ത എന്തോ സംഭവമായിട്ട് പ്രൊജക്ട് ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തില് ഷെല്ലിന്റെയും റോപ്പിന്റെയും സ്നേക്കിന്റെയും എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ആ റോപ്പ് സ്നേക്ക് എക്സാമ്പിൾ പഠിക്കുമ്പോഴേക്കും ആവരണ എന്ന് പറയുന്നത് എന്താണ്, ആ റോപ്പ് നമ്മൾ റോപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്, ആ റോപ്പിന്റെ കറക്റ്റ് നേച്ചർ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ആവരണയും. വിക്ഷേപ എന്ന് പറഞ്ഞാൽ ആ റോപ്പ് നമ്മളൊരു സ്നേക്ക് ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത എന്തോ ഒന്ന് അതാണെന്ന് പറഞ്ഞ് പ്രൊജക്റ്റീവ് ആണ് അവിടെ. അപ്പൊ അതിനെ വിക്ഷേപ എന്നും പറയുന്നു. ഇത് എന്തല്ല, ആക്ഷനിന്റെ റിസൾട്ട് അല്ല, പ്രയോജനം അല്ല. രാഗ ആൻഡ് ദ്വേഷ. രാഗ ആൻഡ് ദ്വേഷം എന്ത് തന്നെയാണ്,
റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ അല്ല, അത് പകരം രാഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിങ്ങിങ്, അങ്ങനെയൊക്കെയുള്ള സെൻസേഷൻ ആണ് രാഗ ദ്വേഷം എന്നൊക്കെ പറഞ്ഞു. സോ അതും എന്തല്ല, റിസൾട്ട് അല്ല. അതും പ്രയോജന ഓഫ് ആക്ഷൻ അല്ല. രാഗ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ദ്വേഷ എന്ന് പറഞ്ഞാൽ അവേർഷൻ ആണ്. അപ്പം അതും പ്രയോജനമല്ല. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, സുഖപ്രാപ്തി ആൻഡ് ദുഃഖപരിഹാരം. നമുക്കിനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ രണ്ട് കോളം വന്നിട്ടുണ്ട്, മാത്സ് ഫോളോയിങ് ആണ്. ഫസ്റ്റത്തെ ബോക്സിനകത്ത് ലേബനീസ്, ഗോഡൽ, വിറ്റ്ഗൻസ്റ്റീൻ, റസൽ അങ്ങനെ ഫിലോസഫേഴ്സിന്റെ പേര്. അടുത്തതിനകത്ത് ട്രൂത്ത് ടേബിൾ, ക്വാണ്ടിഫയർ, ഇൻകംപ്ലീറ്റ്നെസ് തിയറം, യൂണിവേഴ്സൽ കാൽക്കുലസ് അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സിന്റെ പേരുമാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ചില ഫിലോസഫർ, ചിലരല്ല, ആകെ നിങ്ങൾക്ക് അൺഫെമിലിയർ ആണെങ്കിൽ ഇതിൽ ഗോഡലായിരിക്കും അൺഫെമിലിയർ ആയിട്ടുണ്ടാവുക. ഈ ഇൻകംപ്ലീറ്റ്നെസ് തിയറംസും യൂണിവേഴ്സൽ കാൽക്കുലസും ഒക്കെ ചിലപ്പോൾ അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആകാം. സോ ഇതിന്റെ ആൻസർ ലേബനീസിന്റെ ആണ്, ഓപ്ഷൻ 4 ആണ്, യൂണിവേഴ്സൽ കാൽക്കുലസ്. ലേബനീസ് മാച്ച് ചെയ്യുന്നത് യൂണിവേഴ്സൽ കാൽക്കുലസ് ആയിട്ടാണ്. ലേബനീസ് ഇൻവെന്റ് ചെയ്തതാണ്. എന്താണ് യൂണിവേഴ്സൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ, ലേബനീസിന് എന്തായിരുന്നു ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ റീസണിങ്ങും അല്ലെങ്കിൽ എല്ലാ ലോജിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ നോളജും കാര്യങ്ങളും ഒക്കെ ആൾക്ക് വളരെ സിംബോളിക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് യൂണിവേഴ്സൽ കാൽക്കുലസ്. ഗോഡൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്, ആളുടെയാണ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം എന്ന് പറയുന്നത്. സോ ഈ ഇൻകംപ്ലീറ്റ്നെസ് തിയറം എന്ന് വെച്ചാൽ ആള് പറയുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ഉണ്ടാക്കി കിട്ടിയ ഒരു തിയറി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പാടായിരിക്കും എന്നാണ് ഗോഡൽ പറയുന്നത്. അതിനെയാണ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ നിയർലി പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എല്ലാ ട്രൂത്തും ട്രൂ ആയിരിക്കും, അത് ട്രൂ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ആ ട്രൂത്ത് ഒക്കെ പ്രൂവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഗോഡൽ പറയുന്നത്. ഞാൻ ഇൻകംപ്ലീറ്റ്നെസ് തിയറം എന്ന് പറയുന്നത്. വിറ്റ്ഗൻസ്റ്റീന്റെ ഏതാണ്, ട്രൂത്ത് ടേബിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മുടെ ട്രാക്ടേഴ്സിൽ വിറ്റ്ഗൻസ്റ്റീൻ കൊണ്ടുവരുന്നതാണ് ട്രൂത്ത് ടേബിൾ. റസലിന്റെ ആണ് ക്വാണ്ടിഫയർ. റസലിനേക്കാളും മുന്നേ ഫ്രെഗെ കണ്ടുപിടിച്ചതാണ് ക്വാണ്ടിഫയർ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്തത് റസലാണ്, അതുകൊണ്ടായിരിക്കും റസലിന്റെ പേരിൽ ക്വാണ്ടിഫയർ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ട്രൂത്ത് ടേബിളും വിറ്റ്ഗൻസ്റ്റീൻ ആണോ അതോ അതിന് മുന്നേ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിയേഴ്സ്, ചാൾസ് ആൻഡേഴ്സ് പിയേഴ്സ് ആണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അപ്പം ഇതനുസരിച്ച് നമുക്ക് നോക്കാം. ലേബനീസ് ഓപ്ഷൻ എ ഏതായിട്ടായിരിക്കും? ഓപ്ഷൻ എ 4 ആയിട്ടായിരിക്കും, ബി 3 ആയിട്ടായിരിക്കും, സി 1 ആയിട്ടായിരിക്കും, ഡി 2 ആയിട്ടായിരിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആയിട്ട് വരും. A4, B3, C1, D2. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. According to Gottlob Frege, what is the primary distinction between sense and reference of a term? Frege പറയുന്ന അനുസരിച്ച് സെൻസും റെഫറൻസും തമ്മിലുള്ള പ്രൈമറി ഡിസ്റ്റിങ്ഷൻ എന്താണെന്നാണ്. Sense refers to the object while reference refers to the way the object is presented. Sense ആ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യും. റെഫറൻസ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. യഥാർത്ഥത്തിലുള്ള ഉത്തരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് സെൻസ് ഈസ് എ സബ്ജക്റ്റീവ് മീനിങ് വൈൽ റെഫറൻസ് ഈസ് ലോജിക്കൽ. സെൻസ് സബ്ജക്റ്റീവ് ആണെന്നും റെഫറൻസ് ലോജിക്കൽ ആണെന്നുമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ലൈക് സെൻസ് സബ്ജക്റ്റീവ് അല്ല, സെൻസ് ഈസ് ഒബ്ജക്റ്റീവ്. സെൻസ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു കാര്യത്തിന്റെ സെൻസ് എന്ന് പറയാനുണ്ട്. അതേപോലെ റെഫറൻസ് ലോജിക്കൽ മീനിങ് ആണെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ 1 ഉം 2 ഉം തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, സെൻസ് ഈസ് ദി മോഡ് ഓഫ് പ്രസന്റേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് while reference is the actual object itself. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സെൻസ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന മോഡാണ്. ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിന് ഏറ്റവും വൃത്തിയായിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കണം. സോ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ രണ്ട് പേരാണ് മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും. രാവിലെ അത് കാണുമ്പോൾ മോർണിംഗ് സ്റ്റാർ ആവുന്നു, വൈകുന്നേരം കാണുമ്പോൾ അത് ഈവനിങ് സ്റ്റാർ ആവുന്നു. അപ്പം മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും എല്ലാം റെഫർ ചെയ്യുന്നത് എന്തിനെ തന്നെയാണ്, നമ്മുടെ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ തന്നെയാണ്. സോ ഇവിടെ സെൻസ് എന്ന് പറയുന്നത് ആ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു സെൻസ്, ഈവനിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിന് വേറെ സെൻസും ആണ് കിട്ടുന്നത്. രാവിലെ കാണുന്നതുകൊണ്ട് അതിന് മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ്ങിൽ കാണുന്നതുകൊണ്ട് അതിന് ഈവനിങ് സ്റ്റാർ എന്നും പറയുമ്പോൾ രണ്ട് സെൻസ് ഡിഫറെന്റ് ആണ്. സോ അതാണ് സെൻസ്.
ഇനി അതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും എന്തിനെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്? വീനസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ റെഫറൻസ് എന്ന് പറയുന്ന ആക്ച്വൽ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതിന് നമ്മൾ റെഫറൻസ് എന്നും ആ ആക്ച്വൽ ഒബ്ജക്റ്റിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനെ നമ്മൾ സെൻസ് എന്ന് പറയും. അതാണ് സെൻസും റെഫറൻസും. മനസ്സിലായി തോന്നുന്നു. ഓക്കെ. ഇനി സെൻസ് ആൻഡ് റെഫറൻസ് ആർ ദ സെയിം. അതാണ് ഫോർത്ത് ഓപ്ഷൻ. അത് തെറ്റാണ്. സോ ബേസിക്കലി ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ഷൻ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 3. സെൻസ് എന്ന് പറയുന്നത് ഇസ് ദ മോഡ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ആ ഒബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്ത രീതി. റെഫറൻസ് ഇസ് ദി ആക്ച്വൽ ഒബ്ജക്ട്. അതാണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, identify the correct combination of ontological positioning of ശ്രേയസ് and പ്രേയസ് with reference to കഥോപനിഷത്ത്. അപ്പൊ കഥോപനിഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രേയസിന്റെയും പ്രേയസിന്റെയും ഓണ്ടോളജിക്കൽ പൊസിഷനിങ്ങിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് കുറച്ച് കീ ടേംസ് അറിയണം അല്ലേ? ഓണ്ടോളജിക്കൽ പൊസിഷനിങ്, ഓണ്ടോളജി എന്ന് വെച്ചാൽ എന്താണ്, ശ്രേയസ് ആൻഡ് പ്രേയസ് എന്താണ്, കഥോപനിഷത്ത് എന്താണ്, ഇങ്ങനെ കുറച്ച് കീ ടേംസ് നമുക്ക് ആദ്യമേ നോക്കണം. കഥോപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് 118 നമ്പർ ആണ്. ഇതൊരു 10-13 ഉപനിഷത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്നത്. അതിലെ ഒരു ഉപനിഷത്താണ് കാഥോപനിഷത്ത് എന്ന് പറയുന്നത്. സോ അതിനകത്താണ് ശ്രേയസിനെയും പ്രേയസിനെയും പറ്റിയിട്ടുള്ള യമയും നാച്ചികേരിയും തമ്മിലുള്ള ഡയലോഗ് ഉണ്ടാവുന്നത്. ഇതിന് മുന്നേ വരെയുള്ള നമ്മുടെ സെഷൻസിൽ എപ്പോഴും ആര് തമ്മിലാണ് ശ്രേയസും പ്രേയസും തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടായതെന്നുള്ള ചോദ്യമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം അവർ ആ ക്വസ്റ്റ്യൻ അങ്ങനെ മാറ്റിയിട്ട് പകരം ശ്രേയസും പ്രേയസും തമ്മിലുള്ള ആ ഓണ്ടോളജിക്കൽ പൊസിഷനിങ്ങിനെയാണ് ചോദിച്ചേക്കുന്നത്. സോ എന്താണ് ഓണ്ടോളജി? ഓണ്ടോളജി എന്ന് വെച്ചാൽ എന്താണ്? ആ എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടു ബി, അതിനെയാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. സോ ഓണ്ടോളജിക്കൽ പൊസിഷനിങ് ചോദിക്കുമ്പോഴേക്കും വിച്ച് ഈസ് മോർ റിയൽ, വിച്ച് ഈസ് മോർ സുപ്പീരിയർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. അപ്പം പ്രേയസ് ഓവർ ശ്രേയസ് ആണ്. അതായത് പ്രേയസ് ആണോ ശ്രേയസിനേക്കാളും വലുത്? എന്താണ് ശ്രേയസും പ്രേയസും? ശ്രേയസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗുഡ്നെസ്, അല്ലെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ്ലി നല്ലത് എന്താണോ അതിനെ ശ്രേയസ് എന്നും, നമ്മുടെ ആ ഒരു മൊമെന്ററി പ്രഷർ തരുന്ന സാധനത്തിന് നമ്മൾ പ്രേയസ് എന്നും പറയും. സോ പ്രേയസ് ഓവർ ശ്രേയസ്, അതായത് ശ്രേയസിനേക്കാളും മുകളിലാണ് പ്രേയസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. നെയ്തർ പ്രേയസ് നോർ ശ്രേയസ്, രണ്ടും കാര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇക്വിപൊസിഷനിങ് ഓഫ് ശ്രേയസ് ആൻഡ് പ്രേയസ്, രണ്ടും ഈക്വലി റിയൽ ആണെന്ന് പറയുന്നത് തെറ്റാണ്. സോ ഓപ്ഷൻ എ ബി സി തെറ്റാണ്. ഓപ്ഷൻ ഡി പറയുന്നത് സുപ്രീമസി ഓഫ് ശ്രേയസ് ഓവർ പ്രേയസ്, പ്രേയസിനേക്കാളും കുറച്ചും കൂടി സുപ്പീരിയർ ശ്രേയസ് ആണെന്ന് പറയുന്നു. ഇൻഫീരിയോറിറ്റി ഓഫ് പ്രേയസ് ടു ശ്രേയസ്, അതായത് ശ്രേയസിനേക്കാളും ഇൻഫീരിയർ ആണ് പ്രേയസ് എന്ന് പറയുന്നു. ഇത് രണ്ടും മീനിങ് സെയിം ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയും ആണ്. ഓപ്ഷൻ 4. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് പ്രൂവിംഗ് വാലിഡിറ്റി ഓഫ് ആൻ ആർഗ്യുമെന്റ് ത്രൂ ട്രൂത്ത് ടേബിൾ മെത്തേഡ്? ട്രൂത്ത് ടേബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സിന്റെ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് 4 സ്റ്റെപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഓർഡറിലാക്കി എഴുതുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് അസൈൻമെന്റ് ഓഫ് ട്രൂത്ത് വാല്യൂ അണ്ടർ കോളംസ്, കോളമിന്റെ അടിയിലായിട്ട് ട്രൂത്ത് വാല്യൂ കൊടുക്കുക. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഡിസൈഡിങ് ദി നമ്പർ ഓഫ് റോസ്, എത്ര റോസ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. എക്സാമിനിങ് ദി റോസ് where there are keys under premises and false under conclusion, premisesന്റെ അടിയിൽ എത്തും, കൺക്ലൂഷന്റെ അടിയിൽ ഫോൾസും ഉള്ള റോസ് മാത്രം എടുക്കുക. കാൽക്കുലേറ്റിംഗ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദി പ്രമിസസ് ആൻഡ് കൺക്ലൂഷൻ, പ്രമിസസിന്റെയും കൺക്ലൂഷന്റെയും ട്രൂത്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഏതാണ്? ഓപ്ഷൻ ബി, ഡിസൈഡിംഗ് ദി നമ്പർ ഓഫ് റോസ്. ആദ്യമേ നമ്മൾ റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലിയും കോളംസ് പറഞ്ഞാൽ വെർട്ടിക്കലിയും വരുന്നതാണ്. സോ നമ്മൾ എപ്പോഴും ആദ്യമേ എന്താ ചെയ്യുക? ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഈ റോസ് നമ്മൾ ആദ്യമേ കവർ ചെയ്യായിരിക്കും ചെയ്യുക, ഇല്ലേ? ഇപ്പം പി ക്യു ആർ, പി ഇംപ്ലൈസ് ടു, അങ്ങനെ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ ആദ്യമേ എപ്പോഴും റോസ് എഴുതും. ആൻഡ് ദെൻ കംസ് അസൈൻമെന്റ് ഓഫ് ട്രൂത്ത് വാല്യൂ അണ്ടർ കോളംസ്, അതായത് ഓപ്ഷൻ എ. നമ്മൾ കോളത്തിൽ ടി ടി എഫ് എഫ് ടി എഫ് ടി എഫ് അങ്ങനെയുള്ള നമ്മുടെ ടൂറിസ്റ്റ് ആൻഡ് ഫോർമുല ഉപയോഗിച്ച് എത്ര കോളംസ് വേണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വാല്യൂസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓപ്ഷൻ ബി ഫസ്റ്റ് സ്റ്റെപ്പും ഓപ്ഷൻ എ രണ്ടാമത്തെ സ്റ്റെപ്പും ആയിരിക്കും. ബിയും എയും ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി ആണ്. അതായത് നമ്മുടെ ഈ പ്രമിസസിലും കൺക്ലൂഷനിലും ഒക്കെ ഉള്ള ട്രൂത്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സോ ടി എഫ് ആണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് സൈൻ ഇറ്റ് ഈസ്, നമ്മൾ അതിനൊരു 2 ആണോ ഫോൾസ് ആണോ എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് കൊടുത്ത് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് ട്രൂത്ത് വാല്യൂ ഓരോന്നിനും അസൈൻ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പ് ആണ് നമ്മുടെ കൺക്ലൂഷന്റെയും പ്രമിസസിന്റെയും കിട്ടിയിരിക്കുന്ന ട്രൂത്ത് വാല്യൂ നോക്കുന്നത്. സോ ആദ്യമേ നമ്മൾ ട്രൂത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞു. സ്റ്റെപ്പ് 4 ആയ
ആ ട്രൂത്ത് വാല്യൂ അസൈൻ ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ കൺക്ലൂഷൻ ടോട്ടോളജി ആണോ അല്ലയോ എന്നൊക്കെയുള്ളത് നമ്മൾ എക്സാമിൻ ചെയ്യും. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഓപ്ഷൻ ബി, എ, ബി, സി ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഇതില് ഓപ്ഷൻ 3 ബി, എ, ഡി, സി ആണ് പറയുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റില് പാർമിനിഡേസ്, അനക്സിമാൻഡർ, ഹെറാക്ലിറ്റസ്, അനക്സിഗോറസ് എന്ന് പറഞ്ഞ നമ്മുടെ ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫേഴ്സ്. ലിസ്റ്റ് 2 ന്യൂസ്, ലോഗോസ്, ബീങ്, അഫെയറോൺ എന്ന് പറഞ്ഞ അവരുടെ ഓരോരുത്തരുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. ഇതും ഒരു പക്ഷെ എളുപ്പമായിരിക്കാം. ഇത് ആക്ച്വലി എളുപ്പം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ വന്നാൽ പോലും ഇതിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി കറക്റ്റ് ആയിട്ട് ഉത്തരം കുത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഓപ്ഷൻസ് ഒന്നും കാണാതെ തന്നെ പറയാലോ. പാർമിനിഡേസ് എന്തായിട്ടായിരിക്കും നമുക്ക് മാച്ച് ചെയ്യേണ്ടത്? ബീയിങ് ആയിട്ടായിരിക്കും. കാരണം പാർമിനിഡേസിന്റെ കീ കോൺസെപ്റ്റ് ആണ് ബീയിങ് ഇല്ലേ? ബീയിങ് ഈസ് ട്രൂ ആൻഡ് നോൺ ബീയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് പാർമിനിഡേസ് പറയുന്നത്. നോൺ ബീയിങ് അല്ലെങ്കിൽ ബിക്കമിങ് ആരുടെയാണ്? ഹെറാക്ലിറ്റസിന്റെയാണ്. പക്ഷെ ഓപ്ഷനില് ഇവിടെ ഹെറാക്ലിറ്റസ് ഉണ്ട് ലിസ്റ്റ് 1 പക്ഷെ ലിസ്റ്റ് 2 ബിക്കമിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഹെറാക്ലിറ്റസിന്റെ വേറൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ലോഗോ. ഹെറാക്ലിറ്റസ് പറയുന്നത് നമ്മുടെ വേൾഡിന്റെ റാഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോഗോസ് ആണെന്നാണ്. ഇനി അനക്സിമാൻഡർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അപ്പൈറോൺ ആണ്. ദി ബൗണ്ട്ലെസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പൈറോൺ ആണ് അനക്സിമാൻഡർ ആയിട്ട് മാച്ച് ചെയ്യേണ്ടത്. പിന്നുള്ളത് അനക്സിഗോറസ് ആണ്. അനക്സിഗോറസും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും ഉറപ്പായിട്ടും. ന്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റലക്ട് ആയിട്ടാണ് അനക്സിഗോറസ് നമ്മൾ റിലേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ എ പാർമിനിഡസിന്റെ ആൻസർ 3 ആയിരിക്കും. അനക്സിമാൻഡർ അപ്പൈറോൺ ആയിട്ടായിരിക്കും. ഹെറാക്ലിറ്റസ് ലോഗോസ് ആയിട്ടായിരിക്കും. അനക്സിഗോറസ് ന്യൂസ് ആയിട്ടായിരിക്കും. A3, B4, A3, B4, C2, D1. Okay. A3, B4, C2, D1. Option 2. Option 2 ആണ് correct answer. എട്ടാമത്തെ question. Which of the following is the most appropriate definition of സത്യാഗ്രഹ? സത്യാഗ്രഹ ആരുടെ കോൺസെപ്റ്റ് ആണ്? ഗാന്ധിയുടെ കോൺസെപ്റ്റ് ആണ്. സത്യാഗ്രഹയ്ക്ക് ഇതിൽ ഏറ്റവും ചേർന്ന ഡെഫിനിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൽക്കമിംഗ് ദി ട്രൂത്ത്, ട്രൂത്തിനെ വെൽക്കം ചെയ്യുക. അബോർഡ് ഓഫ് ദി ട്രൂത്ത്, ട്രൂത്ത് സ്ഥിതി കൊള്ളുന്ന സ്ഥലം. എക്സ്പെരിമെന്റിംഗ് ദി ട്രൂത്ത്, ട്രൂത്തിനെ എക്സ്പെരിമെന്റ് ചെയ്യുക. ക്ലിങ്ങിങ് ഓൺ ടു ദി ട്രൂത്ത്, ട്രൂത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടുക. എന്തായിരിക്കും? ഒബ്വിയസ്ലി ഓപ്ഷൻ 4 ക്ലിങ്ങിങ് ഓൺ ടു ദി ട്രൂത്ത് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം. Which among the following list of the moods is the first figure is valid in Aristotelian syllogism? അരിസ്റ്റോട്ടലിയൻ സിലബസില് ഇതില് ഫസ്റ്റ് ഫിഗർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ എലിമിനേറ്റ് ചെയ്തോളാം. ഒരു 15 അൺകണ്ടീഷണലി വാലിഡ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, ഫിഗേഴ്സ് മൂഡ്സ് ഉണ്ടല്ലോ. അത് നിങ്ങൾ ഓൾറെഡി കാണാണ്ട് പഠിച്ചേക്കണമായിരിക്കും. കാണാണ്ട് പഠിച്ചിട്ടുണ്ടാവും. സോ അത് കാണാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ടേംസ് ഇപ്പം അതിപ്പോ ഫസ്റ്റ് ഫിഗറിൽ ഏതൊക്കെ വരുന്നു, സെക്കൻഡ് ഫിഗറിൽ ഏതൊക്കെ വരുന്നു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഈ നമുക്ക് ഓർമ്മ ആണ്. ചില സാധനങ്ങൾ നമുക്ക് ഒരു കേട്ട് പരിചയം ഇല്ലാത്ത സാധനങ്ങളാണ്. അങ്ങനെയുള്ള കുറെ ടേംസ് ഇതിൽ വരുന്നുണ്ട്. എലിമിനേറ്റ് തന്നെ കളയാൻ പറ്റും. ഇപ്പം ഓപ്ഷൻ 1 സിസ്റ്ററെ എന്നാണ് പറയുന്നത്. ശരിക്കും സിസ്റ്ററെ എന്ന് പറഞ്ഞാൽ CESERE ഇല്ല, CESARE ആണുള്ളത്. ബാക്കിയൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഈ ഫസ്റ്റത്തേത് തെറ്റാണ്. സെക്കൻഡിലെ ഓപ്ഷൻസിലെല്ലാം വരുന്നുണ്ട്. തേർഡിലെ ബ്രഹ്മൻടിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ ഫെസാപ്പോ, ഫോർത്തിലെ ജനാപ്തി, ഫെലാപ്റ്റൺ ഇതൊന്നും എന്തില്ല. ശരിക്കും നമ്മൾ അങ്ങനെ ആ ടേംസ് നമ്മൾ പഠിക്കുന്നില്ല. ഈ 15 കണ്ടീഷണലി അൺകണ്ടീഷണലി വാലിഡ് ആയിട്ടുള്ള മൂഡിൽ നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്താൽ തന്നെ ആൻസർ ഓപ്ഷൻ 2 ആണെന്ന് കാണും. അല്ലെങ്കിൽ തന്നെ ബർബാറ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പഠിക്കുന്ന മൂഡായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം ഓർമ്മ കാണുമായിരിക്കും ആ ഒരു വാക്ക്. ബർബാറ, സെലറിൻ, ദാനി, ഫെറി ഇത് 4 ആണ് നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ വരുന്നത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് ഫിലോസഫേഴ്സിന്റെ വ്യൂസ്, ലിസ്റ്റ് 2 ഫിലോസഫേഴ്സിന്റെ പേരുമാണ്. വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ആണ് ഇവിടെയും പറയുന്നത്. ലിസ്റ്റ് 1 കോൺഷ്യൻസ് ഈസ് അവർ ഓൺ ഒപ്പീനിയൻ ഓഫ് അവർ ഓൺ ആക്ഷൻ. നമ്മളുടെ സ്വന്തം ആക്ഷൻസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ തന്നെ ഒപ്പീനിയൻ ആണ് കോൺഷ്യൻസ് എന്നാണ് പറയുന്നത്. All we see, hear and feel is but a phantom. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഒരു ഫാൻഡം ആണെന്ന് പറയും. ഫാൻഡം എന്ന് വെച്ചാൽ ഒരു ഗോസ്റ്റ് പോലെ, റിയൽ അല്ലാത്തൊരു സംഭവം.
റിലീജിയൻസ് ആർ എനിത്തിങ് ബട്ട് സിക് മെൻസ് ഡ്രീം. റിലീജിയൻ വെറുതെ ഒരു മനുഷ്യരുടെ ഭ്രാന്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം മാത്രമാണെന്നാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഷുഡ് ഹാവ് ടു ഇൻവെന്റ് വൺ. ഗോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഗോഡിനെ ഇൻവെന്റ് ചെയ്യണം. ഇതാണ് 4 ഐഡിയാസ്. ഇനി ഫിലോസഫേഴ്സ് ആയിട്ട് ബെർക്ലി, ലോഗ്, കാന്റ്, ഹ്യൂം ഇവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. സോ ഇതിലെ കോൺഷ്യൻസ് ഈസ് അവർ ഓൺ ഒപ്പീനിയൻ ഓഫ് അവർ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞതിന് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിലോസഫേഴ്സിൽ ലോക്കായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ആയിട്ട് ഡയറക്ട്ലി ലോക്ക് പറയുന്ന വാക്കാണോ എന്ന് അറിയില്ല, ലോക്കിന്റെ ഓൺ വേർഡ്സ് ആണോ എന്ന് അറിയില്ല. പക്ഷെ ലോക്ക് എന്താണെന്ന് എംബസിസ്റ്റ് ആണ്. സോ ഇന്നേറ്റ് ഐഡിയാസ് പോലുള്ള കോൺസെപ്റ്റിനെ ലോക്ക് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യും. ഇവിടെ കോൺഷ്യൻസ് ഈസ് അവർ ഓൺ ഒപ്പീനിയൻ ഓഫ് അവർ ഓൺ ആക്ഷൻ പറയുന്നത് ഇന്നേറ്റ് ഐഡിയാസിനെയൊക്കെ റിജക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആണ് കാണിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എ ലോക്ക് ആയിട്ട് മാച്ച് ചെയ്യാം. ഓൾ വി സീ ഹിയർ ആൻഡ് ഫീൽ ഈസ് ബട്ട് എ ഫാൻഡം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അൺറിയൽ ആണെന്ന് പറയുന്നത് നമുക്ക് ബർക്ലി ആയിട്ട് റിജക്ട് ചെയ്യാം. ഇതും കാരണം എന്താന്ന് വെച്ചാല് ബർക്ലി ഒരു ഐഡിയലിസ്റ്റ് ആണ് അല്ലേ. സോ അത് ഐഡിയലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എവറിത്തിങ് എക്സിസ്റ്റേഴ്സ് ഐഡിയാസ്, എല്ലാം ഐഡിയാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ബർക്ലി പറയുന്നത്. ടു ബി ഈസ് ടു ബി പെർസീവ്ഡ്. നമ്മൾ പെർസീവ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. സോ ഇവിടെയും ഈ മെറ്റീരിയൽ സാധനങ്ങൾ റിയൽ അല്ല, പകരം നമ്മൾ അത് എന്തുകൊണ്ടാണുള്ളത്, ബിക്കോസ് വി ഹിയർ ഇറ്റ്. അത് എന്തുകൊണ്ടാണുള്ളത്, ബിക്കോസ് വി സീ ഇറ്റ്. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഒരു ബിയിലെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബർക്ലി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. റിലീജിയൻസ് ആർ എനിത്തിങ് ബട്ട് സിക് മെൻസ് ഡ്രീം. ഇത് ഹ്യൂം ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. റിലീജിയൻസ് ആർ എനിത്തിങ് ബട്ട് സിക് മെൻസ് ഡ്രീം. ബിക്കോസ് ഈ ഉള്ളവരിൽ ഒരു സ്കെപ്റ്റിക് ടെൻഡൻസി കാണിക്കുന്നതും അതേപോലെ തന്നെ തീയിസ്റ്റിക് അല്ലാത്തതുമായിട്ടൊക്കെ ഉള്ള ഫിലോസഫർ ഹ്യൂം ആണ്. ഓൾസോ ഇതൊന്നും എനിക്ക് തോന്നുന്നു ഈ കറക്റ്റ് ഈ പറഞ്ഞ ഫിലോസഫറിന്റെ തന്നെ വാക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഷുഡ് ഹാവ് ടു ഇൻവെന്റ് വൺ എന്ന് പറയുന്നത് വോൾട്ടേറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഷുഡ് ഹാവ് ടു ഇൻവെന്റ് വൺ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇവിടെ നമുക്ക് കാന്റ് ആയിട്ട് അതിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? A2, B1, C4, D3. ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം.